السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് സൂറ യാസീൻ 12-ാം ഭാഗമാണ്. 56 മുതൽ 60 വരെയുള്ള ആയത്തുകളാണ് പരിശോധിക്കുന്നത്. ആദ്യം ആയത്തുകളൊന്ന് ഓതി നോക്കാം. അതിനുശേഷം നമ്മൾക്ക് ഓരോ ആയത്തുകളും അക്ഷരങ്ങളുടെ ഉച്ചാരണവും തജ്വീദ് നിയമങ്ങളും പരിശോധിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തകിഊൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. وامتازوا اليوم أيها المجرمون ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين. ആദ്യ ആയത്ത് هم وأزواجهم في ظلال على الأرائك متكئون. ഹും ഹ തൊണ്ടയുടെ താഴ്ഭാഗം, മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം, വ ചുണ്ട് വൃത്താകൃതിയിലാണ്, അ തൊണ്ടയുടെ താഴ്ഭാഗം, സ നാവിന്റെ കൂർത്താറ്റത്തിന്റെ മുകൾ ഭാഗം രണ്ടു വരി മുൻപല്ലുകൾക്കിടയിൽ പിന്നിലായിട്ട് വെക്കണം, വ ചുണ്ട് വൃത്താകൃതിയിലാണ്, ജ നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്, ഹ തൊണ്ടയുടെ താഴ്ഭാഗത്തു നിന്നാണ്, മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം, ഫി ളിലാലിൻ ഫ മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗം താഴെ ചുണ്ടിന്റെ പള്ളയിലാണ്, ഒള്ള നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗത്താണ്. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗത്ത് എന്ന് പറയുമ്പം സാധാരണ 3 അക്ഷരങ്ങൾ അവിടുന്ന് ഉച്ചരിക്കുന്നുണ്ട്. അപ്പൊ മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗത്തിന്റെ ഈ ഒരു പള്ളയിലേക്ക് നാവിന്റെ അറ്റത്തിന്റെ മുകൾ ഭാഗം ചേർന്ന് നിൽക്കുകയും നാവിന്റെ മധ്യഭാഗം മുകളിലേക്ക് ഉയരുകയും ചെയ്യും. ഈ ഒരു ചിത്രം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും, നാവിന്റെ മധ്യഭാഗം എന്ത് ചെയ്യുന്നുണ്ട്, മുകളിലേക്ക് ഉയർന്ന് നിൽക്കുന്നുണ്ട്. ല നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. അലൽ അറായികി അ തൊണ്ടയുടെ മധ്യഭാഗമാണ് ഐൻ, ല നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്, അ തൊണ്ടയുടെ താഴ്ഭാഗം, ഒറ നാവിന്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിന്റെ മോണയിലാണ്, അ തൊണ്ടയുടെ താഴ്ഭാഗം, ക നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്, മുത്തകിഊൻ മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം, ത നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിലാണ്, ക നാവിന്റെ ആരംഭം മേലെ അണ്ണാക്കിലാണ്, അ തൊണ്ടയുടെ താഴ്ഭാഗം, ന നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിൽ. ഇവിടെ തജ്വീദ് നിയമങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തകിഊൻ. ഇവിടെ ഹും വ സുക്കൂനുള്ള മീമിന് ശേഷം വ വന്നു, ഇവിടെ സുക്കൂനുള്ള മീമിന് ശേഷം ഫ വന്നു. ഈ 3 അക്ഷരങ്ങളും മ വ ഫ, ഈ 3 അക്ഷരങ്ങളും ചുണ്ടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. മായും വായും പൂർണ്ണമായി ചുണ്ടിൽ നിന്ന് ഉച്ചരിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം.
ഹും ഉവ എന്ന് പറയുമ്പോൾ ഹുംവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മീം പൂർത്തിയായി ഉച്ചരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഹും ഉവ ആ മീമിനെ പൂർത്തിയായി ഉച്ചരിച്ചതിന് ശേഷം മാത്രം വാവ് ഉച്ചരിക്കുക. ഹുംവ എന്ന് പറയുമ്പോൾ അവിടെ മീം പൂർത്തിയാവുന്നില്ല, ഹുംവ. അതിന് പകരം ഹും ഉവ മീമിനെ പൂർത്തിയാക്കി ഉച്ചരിച്ചതിന് ശേഷം മാത്രം വാവ് ഉച്ചരിക്കുക. ഹും ഉവ അസ്വാജുഹും ഫി. ഇവിടെ മീമിന് ശേഷം ഫ വരുന്ന സ്ഥലത്തും ഇതേ ഒരു പ്രശ്നമുണ്ട്. ഹും വ അസ്വാജുഹും ഫി അസ്വാജുഹും ഫി ളിലാലിൻ അലൽ അറായികി. തൻവീന് ശേഷം ഐന് വന്നു, ഇൽഹാറാണ്, വ്യക്തമായി ഉച്ചരിക്കണം. ഫീ ളലാലിൻ അലൽ അറായികി ഒരേ പദത്തിൽ മദ്ദക്ഷരവും ഹംസും വന്നു. അപ്പൊ തീർച്ചയായും നിർബന്ധമായും നീട്ടി ഉച്ചരിക്കണം. ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തകിഊൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ. അക്ഷരങ്ങൾ നോക്കാം. ലഹും ല നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ മോണയിലാണ്. ഹ തൊണ്ടയുടെ താഴ്ഭാഗം. മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. ഫിഹ മേലെ മുൻപല്ലിൻ്റെ താഴ്ഭാഗം താഴെ ചുണ്ടിൻ്റെ പള്ളയിലാണ്. ഹ തൊണ്ടയുടെ താഴ്ഭാഗമാണ്. ഫാകിഹത്തുൻ ഫ മേലെ മുൻപല്ലിൻ്റെ താഴ്ഭാഗം താഴെ ചുണ്ടിൻ്റെ പള്ളയിൽ. ക നാവിൻ്റെ ആരംഭം മേലെ അണ്ണാക്കിലാണ്. ഹ തൊണ്ടയുടെ താഴ്ഭാഗം. ത നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ മുരട്ടിലാണ്. അറ്റത്തിൻ്റെ ആ ഒരു താഴ്ഭാഗം ചെറുതായിട്ട് മേലെ മുൻപല്ലിൻ്റെ പള്ളയിലേക്ക് ചേർന്ന് നിൽക്കും. വലഹും വ ചുണ്ട് വൃത്താകൃതിയിലാണ്. ല നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ മോണയിലാണ്. ഹ തൊണ്ടയുടെ താഴ്ഭാഗം. മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. മ യദ്ദഊൻ യ നാവിൻ്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്. ദ നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ മുരട്ടിലാണ്. ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. ന നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ മോണയിൽ. ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ. ലഹും ഫീഹ തൊട്ടു മുമ്പത്തെ ആയത്തിലും പറഞ്ഞു, സുക്കൂനുള്ള മീമിന് ശേഷം ഫ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചുച്ചരിക്കണം, കാരണം അത് ചുണ്ടുമായി ബന്ധപ്പെട്ട അക്ഷരങ്ങളായതുകൊണ്ടാണ്. ലഹും ഫീഹ ഫാകിഹത്തും വ. അപ്പൊ തെൻവീന് ശേഷം വാ വന്നു. തെൻവീന് ശേഷമുള്ള വാവിലേക്ക് ചേർത്ത് മണിച്ചുച്ചരിക്കും. ഫാകിഹത്തും വ. വലഹും സുക്കൂനുള്ള മീമിന് ശേഷം മീമ് വന്നു, മണിച്ചുച്ചരിക്കണം. വലഹും യദ്ദഊൻ. ഇവിടെ യേ എന്ന് ഓതിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഇവിടെ ലഹും ലഹും എന്ന് ഓതാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. യദ്ദഊൻ ത ഉച്ചരിക്കുന്ന സമയത്ത് പല ആളുകളും യദ്ദ എന്ന് പറഞ്ഞിട്ട് ഈ കാറ്റ് പുറത്തേക്ക് വരുന്ന ഒരു രീതിയിൽ ഉച്ചരിക്കാറുണ്ട്. അത് ശരിയായ ഉച്ചാരണമല്ല. കാറ്റ് വരാതെ യദ്ദ എന്ന് ഉച്ചരിക്കണം. ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ. യദ്ദഊൻ അല്ലാതെ യദ്ദ എന്ന് കാറ്റ് വരുന്ന രീതിയിൽ ഉച്ചരിക്കാൻ പാടില്ലാത്തതാണ്. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. സലാമുൻ സ നാവിൻ്റെ കൂർത്താറ്റത്തിൻ്റെ മുകൾ ഭാഗം രണ്ട് വരി മുൻപല്ലുകൾക്കിടയിൽ പിന്നിലായിട്ടും നാവിൻ്റെ കൂർത്ത അറ്റം താഴെ മുൻപല്ലിൻ്റെ ഉൾഭാഗത്തെ പള്ളയിൽ സ്പർശിക്കുകയും ചെയ്യും. ല നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ മോണയിലാണ്. മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. ഔലൻ അ നാവിൻ്റെ ആരംഭം മേലെ അണ്ണാക്കിലാണ്. വ രണ്ട് ചുണ്ടും വൃത്താകൃതിയിൽ വെക്കണം. ല നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ മോണയിലാണ്. മിൻ മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. ന നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ മോണയിലാണ്. ഒറ നാവിൻ്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിൻ്റെ മോണയിലാണ്. ബ രണ്ട് ചുണ്ടുമാണ്. മേലെ ചുണ്ട് അല്പം പുറത്തേക്കും താഴെ ചുണ്ട് അല്പം ഉള്ളിലേക്കും കയറി നിൽക്കും. റഹീം ഒറ നാവിൻ്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിൻ്റെ മോണയിലാണ്. ഹ
തൊണ്ടയുടെ മധ്യഭാഗത്താണ്. രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. ഇവിടെ തജ്വീദ് നിയമങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സലാമുൻ. ഇവിടെ പല ആളുകളും സലാമുൻ എന്ന് ഓതാറുണ്ട്. അത് തെറ്റാണ്. പകരം സ എന്ന് തന്നെ ഉച്ചരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സലാമുൻ ഖൗലൻ. തൻവീന് ശേഷം ആ വന്നു. ഇഖ്ഫ ആണ്. ആ ഒരു തൻവീനിനെ അവ്യക്തമാക്കി മണിച്ചുച്ചരിക്കണം. സലാമുൻ ഖൗലൻ. നൂനിനെ വ്യക്തമാക്കിയിട്ട് മണിക്കുകയല്ല വേണ്ടത്. പകരം സലാമുൻ ഖൗലൻ. അപ്പൊ ആ തൻവീനിനെ ഒന്ന് അവ്യക്തമാക്കി ഉച്ചരിച്ചുകൊണ്ട് മണിക്കണം. സലാമുൻ ഖൗലൻ ഖൗലം മിൻ. തെൻവീന് ശേഷം ഇദ്ഗാമും ബിഗുന്നയാണ്. തെൻവീനിന് ശേഷമുള്ള മീമിലേക്ക് നമ്മൾ ചേർത്ത് വായിക്കും. അതോടൊപ്പം മണിക്കുകയും ചെയ്യും. ഖൗലമ്മി. ഖൗലമ്മി എന്ന് പറഞ്ഞിട്ട് അവിടെ ചേർക്കൽ മാത്രമല്ല മണിച്ചുകൂടി ഉച്ചരിക്കുന്നുണ്ട്. ഖൗലമ്മിൻ മിർ റബ്ബി. മിൻ റബ്ബി. നൂനിന് ശേഷം റാ വന്നു. റബ്ബിൻ റഹീം. അവിടെയും തെൻവീന് ശേഷം റാ വന്നു. നൂനിന് ശേഷവും തെൻവീന് ശേഷമൊക്കെ റാ വന്നാൽ അത് ഇദ്ഗാമും ബിലാഗുന്നയാണ്. നൂനിനെയും തെൻവീനിനെയും ശേഷമുള്ള റായിലേക്ക് ചേർക്കും, പക്ഷേ മണിക്കില്ല. അപ്പോ മിർ റബ്ബിർ റഹീം. അപ്പൊ അവിടെ ഒരു തൻവീന് മിർ റബ്ബിർ റഹീം എന്ന് പറയരുത്. ഇവിടെ ചെറിയൊരു നൂൻ ഉള്ളതായിട്ട് തോന്നിക്കണം. മിർ റബ്ബിർ റഹീം. സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. وامتازوا اليوم أيها المجرمون. وامتازوا اليوم أيها المجرمون. വംതാസു. ചുണ്ട് വൃത്താകൃതിയിലാണ്. രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിലാണ്. നാവിന്റെ അറ്റത്തിന്റെ താഴ്ഭാഗം മേലെ മുൻപല്ലിന്റെ പള്ളയിലേക്കൊന്ന് ചേർന്ന് നിൽക്കും. നാവിന്റെ കൂർത്ത അറ്റത്തിന്റെ മുകൾ ഭാഗം രണ്ട് വരി മുൻപല്ലുകൾക്കിടയിൽ പിന്നിലായിട്ട് വെക്കും. യൗമ. നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്ക്. ചുണ്ട് വൃത്താകൃതിയിലാണ്. രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. അയ്യുഹ. തൊണ്ടയുടെ താഴ്ഭാഗം. നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്. തൊണ്ടയുടെ താഴ്ഭാഗം. അയ്യുഹൽ. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്. നാവിന്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. എന്ന് പറയുമ്പം നാവിന്റെ മധ്യഭാഗം മുകളിലേക്ക് ഉയരാതെ ശബ്ദം നേർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഉച്ചരിക്കുന്നത്. രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. ഇവിടെ പ്രത്യേകിച്ച് തജ്വീദ് നിയമങ്ങളൊന്നുമില്ല. വംതാസുൽ യൗമ എന്ന് തന്നെ ഉച്ചരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പല ആളുകളും മാലികി യൗമിദ്ദീൻ എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ യോമ എന്ന് പറയാനുള്ള സാധ്യതയുണ്ട്. അത് തെറ്റാണ്. പകരം വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. പിന്നെ ഇവിടെ നേരത്തെ ഇതിന് സുക്കൂന് വരുമ്പം ആ ഒരു അക്ഷരം ഒന്ന് പൂർത്തീകരിച്ച് ഉച്ചരിക്കണം. അയ്യുഹൽ മുജ്രിമൂൻ. അലം അഅഹദ് ഇലൈക്കും യാ ബനീ ആദമ അല്ലാ തഅബുദുശ് ശൈത്വാൻ. ألا تعبدوا الشيطان إنه لكم عدو مبين. അലം അഅഹദ്. തൊണ്ടയുടെ താഴ്ഭാഗം. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. തൊണ്ടയുടെ താഴ്ഭാഗം. ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. തൊണ്ടയുടെ താഴ്ഭാഗം. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിലാണ്. ഇലൈക്കും. തൊണ്ടയുടെ താഴ്ഭാഗം. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിൽ. നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിൽ. നാവിന്റെ ആരംഭം മേലെ അണ്ണാക്കിൽ. രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. അലം അഅഹദ് ഇലൈക്കും യാ ബനീ. നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്. രണ്ട് ചുണ്ടിൽ നിന്ന് മേലെ ചുണ്ട് അല്പം പുറത്തേക്കും താഴെ ചുണ്ട് അല്പം ഉള്ളിലേക്കും കയറി നിൽക്കും. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ആദമ.
അ തൊണ്ടയുടെ താഴ്ഭാഗം, ദ നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിലാണ്, മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം, അല്ല അ തൊണ്ടയുടെ താഴ്ഭാഗം, ന നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്, ല നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്, തഅബുദു നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിലാണ്. പക്ഷെ നാവിന്റെ അറ്റത്തിന്റെ താഴ്ഭാഗം ചെറുതായിട്ട് മുൻപല്ലിന്റെ പള്ളയിലേക്ക് ഒന്ന് ചേർന്ന് നിൽക്കും. ഐൻ തൊണ്ടയുടെ മധ്യഭാഗം, ബ രണ്ട് ചുണ്ടിൽ നിന്നാണ് മേലെ ചുണ്ട് അല്പം പുറത്തേക്കും താഴെ ചുണ്ട് അല്പം ഉള്ളിലേക്കും ഒന്ന് കയറി നിൽക്കും. ത നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിലാണ്. തഅബുദു ശൈത്വാൻ, നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിൽ, പക്ഷെ നാവിന്റെ മധ്യഭാഗത്തിന്റെ രണ്ട് അറ്റങ്ങൾ മേലെ അണ്ണാക്കിൽ സ്പർശിക്കുകയും നാവിന്റെ മധ്യഭാഗം കൊഴിഞ്ഞു നിൽക്കുകയും അതിലൂടെ കാറ്റ് സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയാണ്. നാവിന്റെ മധ്യഭാഗം, ത്വ നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിലാണ്. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിൽ സ്പർശിക്കുന്നതോടൊപ്പം നാവിന്റെ അറ്റത്തിന്റെ മുകൾ ഭാഗം ആ മോണയിലേക്ക് ചേർന്ന് നിൽക്കുകയും നാവിന്റെ മധ്യഭാഗം മുകളിലേക്ക് ഉയരുകയും ചെയ്യും. ഇതൊരിക്കലും മലയാളത്തിലുള്ള ത്വ എന്ന് ഉച്ചരിക്കാൻ പാടില്ല. അങ്ങനെ വരുമ്പം ത് വ എന്നാണ് വരുന്നത്. അപ്പൊ അങ്ങനെ നിങ്ങൾ ഉച്ചരിക്കുകയാണെങ്കിൽ നിങ്ങൾ പുതിയ രണ്ടക്ഷരങ്ങളാണ് അവിടെ കൊണ്ടുവരുന്നത്. പകരം ത്വ എന്ന് തന്നെ, ത്വ 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 മലയാളത്തിലുള്ള പോലെ ത്വ എന്ന് ഉച്ചരിക്കുന്നതിന് പകരം ത്വ എന്ന് കൃത്യമായി ഉച്ചരിച്ച് പഠിക്കണം. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിലും ത്വ നാവിന്റെ അറ്റത്തിന്റെ മുകൾ ഭാഗം ആ മോണയിലേക്ക് ചേർന്ന് നിൽക്കുകയും നാവിന്റെ മധ്യഭാഗം മുകളിലേക്ക് ഉയരുകയും ചെയ്യും. ത്വ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ത്വ എന്ന് പറയുമ്പോൾ ത ഉച്ചരിക്കുന്ന സ്ഥലത്ത് നാവ് സ്പർശിക്കുകയും അതോടൊപ്പം ചുണ്ട് വൃത്താകൃതിയിൽ നിൽക്കുകയും ചെയ്യും. നിങ്ങളൊന്ന് കണ്ണാടിയിൽ നോക്കി ഒന്ന് ഉച്ചരിച്ച് നോക്കിയാൽ മതി. ത്വ എന്ന് നിങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് ത ഉച്ചരിച്ചിട്ട് അവിടെ വാവിന്റെ ഉച്ചാരണം കൂടിയാണ് വരുന്നത്. അത് തെറ്റാണ്. പകരം ത്വ എന്ന് കൃത്യമായി ഉച്ചരിക്കുക. ഷെയ്ത്വാനി, നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ഇന്നഹു, തൊണ്ടയുടെ താഴ്ഭാഗം, നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. തൊണ്ടയുടെ താഴ്ഭാഗം. ലക്കും, നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. നാവിന്റെ ആരംഭം മേലെ അണ്ണാക്കിലാണ്. രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിലാണ്. രണ്ട് ചുണ്ടും വൃത്താകൃതിയിൽ വെക്കണം. മുബീൻ, രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. മേലെ ചുണ്ട് അല്പം പുറത്തേക്കും താഴെ ചുണ്ട് അല്പം ഉള്ളിലേക്കും കയറി നിൽക്കും. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ: അലം അഅഹദ് ഇലൈക്കും യാ ബനി ആദമ അല്ലാ തഅബുദു ശൈത്വാന ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. ഇവിടെ അലം എന്ന് ഓതി പോകരുത്. പകരം അലം എന്ന് തന്നെ കൃത്യമായി ഉച്ചരിക്കുക. അലം അഅഹദ്. ഇവിടെയുള്ളൊരു പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, ആ തൊണ്ടയുടെ താഴ്ഭാഗം, ഐൻ തൊണ്ടയുടെ മധ്യഭാഗം, അതിനുശേഷം തൊണ്ടയുടെ താഴ്ഭാഗം. അങ്ങനെ വരുമ്പം ഒന്നുകിൽ അഅഹദ് എന്ന് ഓതും. അഅഹദ് എന്ന് ഓതാനുള്ള ഒരു സാധ്യതയുണ്ട്, ഹാക്ക് ഐന് പകരം ഹംസ് വരാൻ. അപ്പൊ അഅഹദ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഇനി ചില ആളുകൾ ഓവർ ആക്കിയിട്ട് അഅഹദ് എന്ന് പറയും, രണ്ടും ഐനായിട്ട് പറയും, അതും തെറ്റാണ്. ആദ്യത്തത് ഹംസും രണ്ടാമത്തത് ഐനുമാണ്. അലം അഅഹദ്, അഅഹദ്. അപ്പൊ ഐനൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയിട്ടാണ്, അഅഹദ് എന്നല്ല പറയാ, അലം അഅഹദ്, അലം അഅഹദ്. അപ്പൊ ഐന് ഒന്ന് വൃത്തിയായി ഉച്ചരിച്ച് പഠിക്കാം. ഇലൈക്കും, ഇവിടെയും ഇലൈക്കും എന്ന് ഓതി പോകാനുള്ള സാധ്യതയുണ്ട്, അത് തെറ്റാണ്. അലം അഅഹദ് ഇലൈക്കും യാ ബനി, യാ ബനി. ഇവിടെയും യാ ബനി എന്ന് ഓതി പോകാനുള്ള സാധ്യതയുണ്ട്, അത് തിരുത്തിയിട്ട് യാ ബനി ആദം, യാ ബനി ആദം, യാ ബനി ആദം. അപ്പൊ അവിടെ മദ്ദക്ഷരത്തിന് ശേഷം ഹംസ് വന്നു. അത് തീർച്ചയായും എന്ത് ചെയ്യണം? മണിച്ചുച്ചരിക്കണം. അനിവാര്യമായും നീട്ടി ഉച്ചരിക്കണം. അവിടെ നീട്ടൽ നിർബന്ധം ഒന്നുമില്ല, എന്നാലും നീട്ടി ഉച്ചരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. യാ ബനി ആദമ, യാ ബനി ആദമ. അല്ല,
അൻല സുക്കൂനിന് ശേഷം ലാ വന്നു. ഇദ്ഗാമും ബിലാഗുന്നയാണ്. മണിക്കാതെ ഉച്ചരിക്കണം. അല്ല എന്ന് പറയരുത്. അവിടെ നൂനുള്ളതായിട്ട് ഒന്ന് തോന്നിച്ചുച്ചരിക്കണം. അല്ല അല്ല തഅ്ബുദു ശൈത്വാൻ. ഇവിടെയും ഷെയ്ത്വാൻ എന്ന് ഉച്ചരിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനു പകരം അശ്ശൈത്വാൻ. ഇവിടെ ത്വ എന്നുള്ള ഉച്ചാരണം മലയാളത്തിലുള്ള ത്വ അല്ല. ഞാൻ നേരത്തെ പറഞ്ഞു. അല്ല തഅ്ബുദു ശൈത്വാന ഇന്നഹു മണിച്ചുച്ചരിക്കണം. ലക്കും അദുവ്വും മുബീൻ. ഇവിടെ തൻവീന് ശേഷം മാ വന്നു. നമ്മൾ എന്ത് ചെയ്യണം? ഇദ്ഗാമും ബിഗുന്നയാണ്. മണിച്ച് ചേർത്തോതണം. അദുവ്വും മുബീൻ. അലം അഅഹദ് ഇലൈക്കും യാ ബനി ആദമ അല്ലാ തഅ്ബുദു ശൈത്വാന ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. 5 ആയത്തുകൾ ഒന്നുകൂടി ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തകിഊൻ. ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. അലം അഅഹദ് ഇലൈക്കും യാ ബനി ആദമ അല്ലാ തഅ്ബുദു ശൈത്വാന ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ആയത്തുകൾ അടുത്ത ക്ലാസ്സിൽ പരിശോധിക്കാം. ഖുർആൻ വ്യക്തമായി പഠിക്കാനും അതനുസരിച്ച് പാരായണം ചെയ്യാനും അള്ളാഹു നമ്മൾക്ക് തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.